നമസ്കാരം, വെട്ട ന്യൂസ് ഓൺ ടൈമിലേക്ക് സ്വാഗതം. കല്യാണം ഇനി വേറെ ലെവൽ. ബാസിദ് വെഡിംഗ് മാൾ, ബാസിദ് ആർക്കേഡ്, പൂങ്ങോട്ടുകുളം, തിരൂർ. ദേശീയപാതയിൽ നിന്ന് മഴവെള്ളത്തിനോടൊപ്പം വീട്ടുമുറ്റത്തേക്ക് ഒഴുകിയെത്തിയത് കൂറ്റൻ കല്ലുകളും മരക്കുറ്റികളും. പുത്തനത്താണി ചുങ്കത്ത് ദേശീയപാതയിൽ നിന്നുള്ള മഴവെള്ളം കുത്തിയൊലിക്കുന്ന റോഡിലൂടെയാണ് കൂറ്റൻ പാറകളും മണ്ണും ചെളിയും മരക്കുറ്റികളും ഒഴുകി മുറ്റത്ത് അടിഞ്ഞുകൂടിയത്. MLA അടക്കം സന്ദർശിച്ച് നിർദ്ദേശം നൽകി മാസങ്ങൾ പിന്നിട്ടും ഇവിടുത്തെ ദുരിതങ്ങൾ അറുതിയായിട്ടില്ല. ട്രെൻഡി ആൻഡ് കസ്റ്റമൈസ് കളക്ഷൻ, ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ്. തെയ്യമ്പാട്ടിൽ പോലൊരു ഓപ്ഷൻ വേറെ ഇല്ല. പുത്തനത്താണി ചുങ്കം മത്തിച്ചിറ റോഡിലാണ് ദേശീയപാതയിൽ നിന്നുള്ള മഴവെള്ളം കുത്തിയൊലിച്ച് ദുരിതം സൃഷ്ടിക്കുന്നത്. പലകുറി വാർത്ത നൽകിയിട്ടും ഇന്നും ഒരു ചെറിയ മഴ പെയ്താൽ പോലും ഇവിടെ ചെളിവെള്ളവും മണ്ണും കുത്തിയൊലിക്കുന്നതിന് ഒരു പരിഹാരവും കണ്ടിട്ടില്ല. സാധാരണ ചെളിയും മണ്ണുമാണ് ഒഴുകിയെത്തുന്നതെങ്കിൽ ഇന്നലെ പെയ്ത മഴയിൽ വ്യത്യാസമുണ്ടായിരുന്നു. കൂറ്റൻ പാറക്കല്ലുകളും മരക്കുറ്റികളുമാണ് വീട്ടുമുറ്റങ്ങളിൽ വന്നടിയുന്നത്. വീടുകളിലേക്കുള്ള വഴിയാകെ കെട്ടിയടച്ച് കൂറ്റൻ കല്ലുകൾ കുത്തിയൊലിച്ചെത്തുന്നതായിരുന്നു. വീട്ടുമുറ്റങ്ങളിലാകെ കാലിന്റെ ഉപ്പൂറ്റി വരെ മൂടുന്ന തരത്തിലുള്ള ചെളിയും മണ്ണും നിറഞ്ഞിട്ടുണ്ട്. ആ മണ്ണ കൂടിയ പൈസ അത് മേലത്തെ അടിയല്ല, മേന്ന് വെള്ളം അടിക്കുള്ളൂ. വെട്ടിച്ചിറക്കും പുത്തനത്താണിക്കുമിടയിൽ മുൻപുണ്ടായിരുന്ന ഡ്രൈനേജ് എല്ലാം കൊട്ടിയടച്ച് ചുങ്കം വളവിന്റെ ഭാഗത്ത് മാത്രം ഡ്രൈനേജ് തുറന്നതോടെ മുഴുവൻ വെള്ളവും ഇവിടെ വന്ന് പതിക്കുന്നതാണ് ഇത്തരത്തിലുള്ള കല്ലും മണ്ണും കുത്തിയൊലിച്ചെത്താൻ കാരണം. നിരന്തരം വാർത്ത നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ മാസം ഇവിടെ കുറുക്കോളി മൊയ്തീൻ MLA സന്ദർശിക്കുകയും പ്രതിസന്ധിയെ പരിഹാരം കാണാമെന്ന് ദേശീയപാത നിർമ്മാണ കമ്പനിയായ KNRCL-ന് നിർദ്ദേശം നൽകുകയും ചെയ്തിരുന്നു. എന്നാൽ പിന്നീട് ഇക്കാര്യത്തിൽ ഒരു നടപടിയും ഇല്ലാതിരുന്നതാണ് ഇന്നലെ ഉരുൾപൊട്ടലിന് സമാനമായ രീതിയിൽ കല്ലും മരങ്ങളും ഒലിച്ചെത്തിയത്. വെട്ട ന്യൂസ്, പുത്തനത്താണി.